കേരളത്തിലേക്ക് ഇപ്പം വെളി രാജ്യങ്ങളിൽ നിന്ന് അറബ്സ് ആണെങ്കിലും ഈ പറയുന്ന പോലെ ഫോറിനേഴ്സ് ആണെങ്കിലും ചികിത്സയ്ക്ക് വരുന്നുണ്ട്. അത് വരുന്നത് എങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലാണ്? അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനിൽ ചെയ്യുന്നതാണ്. അപ്പം ഇതറിയാത്തൊരു യൂട്യൂബറാണ് പോയിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങായിട്ട് ഭയങ്കര വിപ്ലവമാക്കിയത്. ഇത്രത്തോളം ഈ ലഗോൺ കോഴിനെ നോക്കുന്നത് പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം ശ്രദ്ധയുണ്ടാവുള്ളൂ, അത്രത്തോളം പിഴവുകൾ പറ്റുകയും ചെയ്യും. ചിലൊരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ മകനെ കൊണ്ടുപോയിട്ട് മകൻ മരിച്ചു, ആക്സിഡൻ്റ് ആയിട്ട് പോയതാണ്. പക്ഷെ അവർ ഡെങ്കു വന്നു ആ സമയത്ത്. അപ്പോൾ ഡെങ്കു വന്നപ്പോൾ അവന് തലച്ചോറിന് എന്തോ ഇതൊക്കെ പറ്റിയിട്ട് അവൻ്റെ പെരുമാറ്റത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവനെ അവർ കെട്ടിയിട്ടു എന്നാണ് പറയുന്നത്. കാലിലിടേണ്ട കമ്പി കയ്യിലിട്ടു. പിഴവുകളിൽ ഒന്നാമതാവുകയാണോ കോഴിക്കോട് മെഡിക്കൽ കോളേജ്? ഇതിപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമല്ല, നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. കാരണം ചില ഡോക്ടർമാരുടെ അശ്രദ്ധ കാരണം മറ്റേ കത്രിക അകത്ത് വെച്ചിട്ടുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ, കൈക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നു, നാവ് ശസ്ത്രക്രിയ ചെയ്യുന്നു കൊച്ചുകുട്ടിയുടെ. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ ആക്ച്വലി ഇത് ശരിക്കും ഡോക്ടേഴ്സിൻ്റെ മാത്രം പിഴവാണ്. അതിൽ ചില നമ്മളുടെ ഒരു അറിവ് കുറവുണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പോയിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. പക്ഷേ കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഗ്ലൗസ് തുന്നി വെച്ച് വിട്ടു എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒരു യൂട്യൂബർ പോയി ഭയങ്കര അതിൻ്റെ വീഡിയോ എടുത്തു, ദെൻ ഹോസ്പിറ്റലിനെതിരെ പരാതി കൊടുക്കുന്നൊക്കെ പറഞ്ഞത് അത് ഒരു മണ്ടത്തരാണ്. കാരണം ഇപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റ് അതുപോലെ പല സർജറീസും പല ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അവർ ആ ഒരു ഹീലിങ്ങിൻ്റെ വൂൺ ഹീലിങ്ങിൻ്റെയോ അല്ലെങ്കിൽ അവരുടേതായ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളുണ്ട്, അവരുടേതായ ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഗ്ലൗസിൻ്റെ അന്ന് ഫിംഗർ വെച്ചത് പറഞ്ഞില്ലേ, അതുപോലെ കുറേ സപ്പോർട്ടിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയ ചില സാധനങ്ങൾ വെച്ചിട്ട് തുന്നി വിടുന്നുണ്ട്. അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനിൽ ചെയ്യുന്നതാണ്. അപ്പം ഇതറിയാത്തൊരു യൂട്യൂബറാണ് പോയിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങായിട്ട് ഭയങ്കര വിപ്ലവമാക്കിയത്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം നമ്മൾ മലയാളികൾ ഇന്നും ഡോക്ടർമാരോട് അതീവമായിട്ടുള്ള റെഫറൻസ് ഉള്ള ആളുകളാണ് അല്ലേ? അല്ല, പക്ഷേ ജുബിൻ ബ്രോ ചോദിച്ചതുപോലെ ഡോക്ടർമാർ അത്രയ്ക്ക് കെയർലെസ് ആണോ, അതോ ഇത് മറ്റേതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരു വിവാദമായിട്ടോ വല്ലതും കയറി വരുന്നതാണോ എന്നുള്ള ചോദ്യം. What do you think? ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ രണ്ട് സൈഡ് പറയാൻ പറ്റും. ഒന്ന്, ചില ആൾക്കാർ, ചില ഡോക്ടേഴ്സ് ചിലപ്പം അവരുടെ അശ്രദ്ധ മൂലം മറ്റേ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നതുണ്ട്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് മൊത്തം ഡോക്ടേഴ്സിനെയും പഴി ചേരാൻ പറ്റത്തില്ല. മറ്റേ മോഹൻലാലിൻ്റെ ഒരു ഡോക്ടർ ആയിട്ടുള്ള പടമുണ്ട്. ആ പടത്തിനകത്ത് മോഹൻലാലിൻ്റെ ക്യാരക്ടർ നിർണ്ണയം അതിനകത്ത് പറയുന്നുണ്ട്, ഇത് ഞാനും ഒരു ഡോക്ടറാണ്, ഇയാളൊരു ഡോക്ടറാണ്, രണ്ടുപേരും ചെയ്യുന്ന ഒരേ കാര്യങ്ങളായിരിക്കും. പക്ഷേ അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതും ഡോക്ടറായിരിക്കും. ചിലപ്പോൾ ഒരു ജീവന് എന്തെങ്കിലും ഒരു സില്ലി മിസ്റ്റേക്സ് വരുന്നതും ഡോക്ടറിൻ്റെ കയ്യിലായിരിക്കും. അപ്പം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ പ്രശംസിക്കുന്ന ഡോക്ടറെ പോലെ തന്നെ ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അയാളെ കൈകാര്യം ചെയ്യാതെ എന്ത് പറ്റിയെന്നുള്ളത് നെക്സ്റ്റ് ചിന്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലൊരു സംഗതി, ഇതിൽ രോഗികളുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർക്ക് ഒരു ദിവസം എത്ര പേര്, എല്ലാ ഡോക്ടർമാരും ഓവർ വർക്ക്ഡ്, എസ്പെഷ്യലി പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ അതീവ പ്രശ്നമുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാൾക്ക് വേണ്ടി ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി. കേരളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടറുടെ അടുത്ത്. അയാൾക്ക് ആകെ ഒറ്റ മിനിറ്റാണ് നമ്മളോട് സംസാരിക്കാനുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അയാൾക്ക് ഈ 300 ചീട്ട് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 150-ാമത്തതോ മറ്റോ ആണ് കിട്ടിയത്. അപ്പം ഇത്രയും ആൾക്കാർ അയാൾ നോക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര കുറഞ്ഞ സമയത്ത് അയാൾ 3-4 ഹോസ്പിറ്റലുകൾ കൺസൾട്ട് ചെയ്യാണ്. തിങ്കൾ ചൊവ്വ ഇവിടെ, ബുധൻ വ്യാഴം വേറെ സ്ഥലത്ത്, ശനി ഞായർ, ഒരു ദിവസം പോലും ഒഴിവില്ല. അപ്പം ഇത്രത്തോളം ഈ ലഗോൺ കോഴിനെ നോക്കുന്നത് പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം ശ്രദ്ധയുണ്ടാവുള്ളൂ, അത്രത്തോളം പിഴവുകൾ പറ്റുകയും ചെയ്യും. പക്ഷെ അത് ശരിക്കും ഈ ഇപ്പം ഒരു രോഗിയുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ അയാൾ ഡോക്ടറെ കാണാൻ വേണ്ടി വരും. ഡോക്ടർ ഓവർ വർക്ക്ഡ് ആണോ എന്നുള്ളത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ അന്വേഷിക്കുന്ന ഈ ചികിത്സക്ക് ഈ ഡോക്ടറാണ് ബെസ്റ്റ്, കിട്ടുന്നുണ്ടോ. പക്ഷെ അപ്പൊ അത് പറയുമ്പോൾ ഈ പറയുന്ന ഒന്നുകിൽ ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സ് ഇവർ തന്നെയല്ലേ കാരണക്കാർ. ഓഫ് കോഴ്സ്. പക്ഷെ അതിൽ നമ്മൾ ഈ പറഞ്ഞൊരു എക്സ്ട്രാ റെഫറൻസ് ഉണ്ടല്ലോ. കാരണം ഇപ്പോൾ എൻ്റെ സമയത്തിന് വാല്യൂ ഉണ്ട്, എൻ്റെ ഓരോ മണിക്കൂറിന് എത്ര വാല്യൂ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എന്നിട്ടൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ 10 മണിക്ക് അപ്പോയിൻമെൻറ്റിന് ഞാനൊരു 10:20 വിചാരിക്കും. അവരെന്നോട് പറയും, ഇരിക്കും, നിങ്ങൾ വൈകിയല്ലേ വന്നത്, ഇനി ഒരു 10-25 ആളെ കഴിഞ്ഞിട്ട് കയറാമെന്ന് പറയും.
നേരെ മറിച്ച് ഞാൻ കറക്റ്റ് 10 മണിക്ക് എത്തിക്കഴിഞ്ഞാലും 12 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. എമർജൻസി ഉള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ സമ്മതിച്ചു, അത് മാനുഷികമായിട്ടുള്ള കാര്യമാണ്. എമർജൻസി ഇല്ലാത്ത ഡോക്ടർമാരുടെ അടുത്ത് വരെ, ഈവൻ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ പാട്രണൈസിങ് ആയിട്ട് ആൻസർ പറയുള്ളൂ. ഡോക്ടറുടെ സമയത്തിന് വിലയുണ്ടെന്നൊക്കെ പറയും. ഇനി നമ്മൾ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ റിസപ്ഷനിസ്റ്റ് ഇംഗ്ലീഷ് തുടങ്ങും. സാധാരണ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ അതിൽ പേടിച്ച് അവിടെ നിൽക്കും. പക്ഷേ ഇതൊക്കെ പറയെങ്കിലും കേരളത്തിലേക്ക് ഇപ്പം വെളി രാജ്യങ്ങളിൽ നിന്ന് അറബ്സ് ആണെങ്കിലും ഈ പറയുന്ന പോലെ ഫോറിനേഴ്സ് ആണെങ്കിലും ചികിത്സയ്ക്ക് വരുന്നുണ്ട്. അത് വരുന്നത് എങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലാണ്? മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി. ആസ്റ്റർ ഈ ഒരു ആസ്റ്ററിന് എല്ലാവരും കുറ്റം പറയുന്നുണ്ട്, പക്ഷെ ഞാൻ പറയില്ല. കാരണം പൈസയുള്ളവന് ടെൻഷൻ അടിക്കാതെയും ഡോക്ടർ വന്ന് കൃത്യമായിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് എത്ര മിനിറ്റോളം നമ്മളോട് സംസാരിക്കും. നമ്മൾ ടെൻഷൻ അടിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. ഞാനൊരിക്കലും ഒരാളോട് യൂറോ സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നം എൻ്റെ ഒരാൾക്ക്, അപ്പോൾ ഇത് ഡോക്ടർ ഇത് ഇങ്ങനെയാണ് ചോദിച്ചാൽ പറഞ്ഞു, ഹു ആർ യു, ലൈക്ക് ഐ മീൻ ആർ യു യൂറോളജിസ്റ്റ് ഓർ നെഫ്രോളജിസ്റ്റ് ഓർ സംതിങ്. ഞാൻ പറഞ്ഞല്ല, ഞാനൊരു ലേമാനാണ്, പക്ഷേ ഞാൻ ഈ രോഗിയുടെ ബന്ധുവാണ്, എനിക്കിതറിയണം. ഇതറിഞ്ഞില്ലെങ്കിൽ ഓരോ ടേംസും ഡോക്ടറിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഉത്തരവാദിത്തം ഡോക്ടർക്കുണ്ട്. അത് പറയാൻ പറ്റുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി US-ലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് നിന്ന് തിരിച്ചിങ്ങോട്ടൊരു കൺവേർഷൻസ് ഉണ്ടാകുന്നുണ്ടോ? ഈ പറഞ്ഞ ചിലപ്പോൾ മെഡിക്കൽ ടൂറിസം ഉണ്ടല്ലോ. ഇപ്പം ഞാൻ കുറേ റിസോർട്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൽ ചില റിസോർട്ടുകളുടെ ഒരു സീസണലാണ് അത്. ആ സീസണിലെ മെയിൻ വരുമാനം ഈ അറബ്സ് വരുന്നതാണ്. പക്ഷേ ജുബിൻ ബ്രോ പറഞ്ഞ ഒരു ലെവലിലേക്ക് അത് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എനിക്ക് സംശയമാണ്. കാരണം തിരിച്ചല്ലേ സംഭവിക്കുന്നത്. നമ്മുടെ മന്ത്രിമാർ വരെ വിദേശത്തല്ലേ ചികിത്സയ്ക്ക് പോകുന്നത്. ഇവിടെ അത്രയും സുശക്തമായ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇപ്പം ഒരു ബെറ്റർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സർവീസസ് കേരളത്തിലുണ്ടെന്ന് പറയുമ്പോഴും ഇങ്ങനത്തെ പിഴവുകൾ സംഭവിക്കുന്നു. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ചിലപ്പോൾ സാധാരണക്കാരുടെ സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ സംഭവിക്കുക. ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇത് സംഭവിക്കുന്നില്ല, ഇല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. സംഭവിക്കുന്നുണ്ടോ ഇല്ലോ നമുക്കറിയില്ല, പക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പം ബെറ്റർ പക്ഷെ സംഭവിച്ചു എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഇത്തരം കേൾക്കുമ്പോൾ സില്ലിയായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്, അത് ശരിക്കും ഇങ്ങനത്തെ ചികിത്സാ പിഴവ് നടക്കുന്നു എന്നാണോ, അതോ ഇത് ഏതെങ്കിലും രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു? കാര്യം ഡോക്ടർ അതായത് MBBS ചെയ്യണമെങ്കിൽ അവർ എത്ര വർഷം പഠിച്ച് ഇന്റേൺഷിപ്പും കഴിഞ്ഞ് ആണ് ആ പൊസിഷനിൽ എത്തുന്നത്. പിന്നെ ഇവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആണ്. ഒരു PG സീറ്റിന് കൊടുക്കുന്ന 1 കോടി രൂപയൊക്കെയാണ്. അപ്പോൾ ഇത്രയും നാളത്തെ സർവീസിന് ശേഷം ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പിഴവുകൾ ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് റെക്കറിംഗ് ആയിട്ട് കേൾക്കുമ്പോൾ നമുക്കത് ഒരു അത്ഭുതമാണ്. ഇക്ക പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്ന പേഷ്യൻസിന്റെ അളവുണ്ട്. പറഞ്ഞില്ലോ 300 പേര് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഓപ്പറേഷൻ ആയിരിക്കില്ല നടക്കുന്നത്. ഇല്ലിപ്പോൾ ഒരു ഹാർട്ട് സർജൻ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹാർട്ട് സർജൻ ആണെന്ന് വിചാരിക്കുക. അയാളുടെ അണ്ടറിൽ ഒരു ടീം ഉണ്ടാവുമല്ലോ. ആ പേര് വെച്ചിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നോക്കുന്നത് മൊത്തം ഇങ്ങനെ ഒരു ടീമാണ്. ഇപ്പം ഈ അടുത്ത് തന്നെ ഒരാൾ വിളിച്ചിരുന്നു. കൊച്ചിയിലൊരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ മകനെ കൊണ്ടുപോയിട്ട് മകൻ മരിച്ചു. ആക്സിഡൻ്റ് ആയിട്ട് പോയതാണ്. പക്ഷെ അവർ ഡെങ്കു വന്നു ആ സമയത്ത്. അപ്പോൾ ഡെങ്കു വന്നപ്പോൾ അവന് തലച്ചോറിന് എന്തോ ഇതൊക്കെ പറ്റിയിട്ട് അവൻ്റെ പെരുമാറ്റത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവനെ അവർ കെട്ടിയിട്ടു എന്നാണ് പറയുന്നത്. പുള്ളി എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ പുള്ളി ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളെ വിളിച്ചപ്പോഴും അവർ പറഞ്ഞത് നമ്മൾക്കിത് മുകളിൽ നല്ല പ്രഷർ ഉണ്ടാകും, നമ്മൾക്കിത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നെക്സസ് എന്ന് പറയുന്നത് അത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു സംഗതിയാണല്ലോ. അപ്പോൾ സാധാരണക്കാർ അവിടെ പോയി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾക്ക് ഇതിന് ടെക്നിക്കൽ ടേംസ് പറയാനറിയില്ല, രണ്ടാമത് നമ്മളുടെ സിറ്റുവേഷൻ അല്ലേ ഭയങ്കര പ്രശ്നം ഉള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ദെൻ പേടി, ഈ ഒരു പേടി ഇതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന ധാരാളം കേസുകളുണ്ട്. ബട്ട് സ്റ്റിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളം തന്നെയാണ് ബെറ്റർ. പക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ മേജർ ആയിക്കോട്ടെ മൈനർ ആയിക്കോട്ടെ, ആ ഓപ്പറേഷൻ ലീഡ് ചെയ്യുന്ന ഒരു ഡോക്ടറും അവരെ ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന ഒരു മറ്റേ എന്തെങ്കിലും അറിയാതെ അതിനകത്ത് മറന്നു വെച്ച് തുന്നി ചേർക്കുക എന്ന് പറയുമ്പോഴും ഈ കൂടെ ഉള്ളവർക്ക് ഇത് കാണാൻ പറ്റത്തില്ല എന്നുള്ള ഡൗട്ടാണ് ഒരാൾ. പക്ഷേ എനിക്ക് തോന്നുന്നു അവരും അത്ര തന്നെ ഓവർ വർക്ക്ഡ് ആയിരിക്കും. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഡോക്ടർ 300 പേരെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഇവരും രാവിലെ തൊട്ട് ഇങ്ങനത്തെ ജോലികളിൽ വ്യാപ്തരാണല്ലോ. എനിക്കിതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി.
ഇങ്ങനെ കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടാതിരിക്കുക, റൗണ്ട്സിന് വരുമ്പോൾ നമ്മളോട് ഒരു 10 seconds. ദെൻ വേറൊരാൾ പുള്ളിനോട് ഡിമാൻഡ് ചെയ്തു, എനിക്ക് ഇതറിയണം എന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാൻ നിന്നെ നോക്കുന്നില്ല, നിന്റെ ഫാദറിനെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോയ എക്സ്പീരിയൻസ് നമുക്കുണ്ടായി. അന്ന് ഇതുപോലെ ഞാൻ പല ന്യൂസ് ചാനലുകളുടെ അടുത്ത് പോയപ്പോഴും ഈ പ്രശസ്തനായ ഡോക്ടറുടെ പേര് കേട്ടപ്പോൾ അവർ പിന്നോക്കം പോയി. അവർ പറഞ്ഞു നമ്മൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം പറയുന്നത് മലയാളി ഭയങ്കര ബുദ്ധിമാനാണ്, സാമർഥ്യവാനാണ്, കോമൺ സെൻസ് ഉള്ള മനുഷ്യനാണെന്ന് പറയുമ്പോഴും ഈ ചില ഇഷ്യൂസ്, ഇങ്ങനത്തെ ചില സംഭവങ്ങളിൽ നമ്മൾ ഉടമ മനോഭാവം അല്ലേ മാറിയിട്ടില്ല. നമുക്ക് ഡോക്ടർ, പോലീസ്, സർക്കാർ ഉദ്യോഗസ്ഥൻ, മന്ത്രി, എസ്പെഷ്യലി സിനിമാക്കാർ, ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് വാരിയിങ് ലെവൽസ് തൊണ്ടയിലെ വെള്ളം പറ്റും. ഏറ്റവും കൂടുതൽ വെള്ളം പറ്റുക സിനിമാക്കാരെത്തുമ്പോഴാണ്. ആ ഒരു സംഗതി മാറിയിട്ട് ആത്മാഭിമാനം മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് എ ഡിവൈൻ പ്രൊഫഷൻ. മെഡിസിൻ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പ്രൊഫഷനാണ്. നമ്മളുടെ ജീവൻ രക്ഷിക്കുന്നവരാണ്. ആ ഒരു ബഹുമാനം എന്തായാലും കൊടുക്കണം. പക്ഷെ അതിനപ്പുറത്തോട്ട് കടന്നിട്ട് നമ്മളെയും കൂടി ഇല്ലാതാക്കുന്ന ബഹുമാനം എത്ര കാലം കൊടുക്കുന്നോ അത്രയും കാലം ഏതൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ഉണ്ടാകും. ഡോക്ടറെ കൈയേറ്റം ചെയ്താൽ ഇത്ര വർഷം തടവ്, 7 വർഷം തടവ്, അത്ര ഇതൊക്കെ ആയിട്ട്. രോഗിക്ക് എന്താണ് വേണ്ടത്? ഡോക്ടറെ കയ്യിൽ നിന്ന് പിഴവ് പറ്റിക്കഴിഞ്ഞാൽ ശരി, അതപ്പോൾ ആദ്യം പറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റം കൂടെ കൊണ്ടുവരണം. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഡോക്ടറിൻ്റെ അടുത്ത് എന്തായാലും അപമര്യാദയായിട്ട് പെരുമാറുകയാണെങ്കിൽ അതിന് കേസ് എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ഡോക്ടർ ചികിത്സിക്കുന്ന ഒരു പേഷ്യൻറ്റിന് ഈ ഡോക്ടറുടെ കയ്യിൽ നിന്ന് കൈപ്പിഴവ് സംഭവിക്കുകയാണെങ്കിൽ തിരിച്ചും ആക്ഷൻ എടുക്കാൻ പറ്റും. പക്ഷെ അവിടെ ഒരു കാര്യം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ സംഘടനകൾ ഇക്കാര്യത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് ഇവർ പറയുന്നത് ആ പിഴവിന് ഡോക്ടറെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം ഡോക്ടർ ഇത്രയും ഓവർ വർക്കും ചെയ്ത് എക്സോസ്റ്റഡായി നിൽക്കുകയാണ്, സംഭവിക്കാം. അപ്പോൾ അതിൻ്റെ പേര് ഒറ്റയിരിഞ്ഞ് ആക്രമിക്കാൻ പറ്റില്ല എന്ന് ഓരോ പ്രാവശ്യം വിവാദം വരുമ്പോഴും ഇവരുടെ സംഘടനകൾ സ്ട്രോങ് ആയി നിന്ന് സർക്കാർ സമ്മർദ്ദം ചെലുത്താറുണ്ട്. അതിനൊരു തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഷട്ട് ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. ഇവർ പറയുമ്പോൾ ഇവര് ഓക്കെ ഈ പറയുന്ന പിഴവിന് ക്ഷമ ചോദിക്കുന്നു, പക്ഷേ നിങ്ങൾ അവരെ കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ ശരിയാ, നമ്മൾ ചിന്തിക്കുന്നു, സാധാരണക്കാരൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നു ശരിയാ, 300 ഓപ്പറേഷൻസ് ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ 300 രോഗി ഒരു ദിവസം കാണുകയാണെങ്കിൽ ഭയങ്കര ഹെക്ടിക് ആയി. അതെ, പണ്ട് ഞാൻ ചെറുപ്പത്തിൽ കേട്ടൊരു സംഭവമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു കുട്ടിയുടെ സുന്നത്ത് വെച്ച് കഴിഞ്ഞാൽ സർക്കംസിഷൻ, അത് ഡോക്ടർ ചെയ്തപ്പോൾ, വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ ചെയ്തപ്പോൾ കരിഞ്ഞു പോയിന്ന് കുറച്ച് ഭാഗം. അതോടുകൂടി ആ കുട്ടിയുടെ, ഒരു ആൺകുട്ടിയുടെ ആ ഒരു ലൈഫ് അവിടെ പോവല്ലേ. അപ്പോൾ നമ്മൾ പിഴവ് എന്ന് പറയുന്നത്, പിഴവ് പറ്റാൻ അനുവദിക്കാവുന്ന മേഖലകളുണ്ട്. പക്ഷെ നാസയുടെ സ്പേസ് മിഷനിൽ പിഴവ് പറ്റി കഴിഞ്ഞാലും പാടില്ലല്ലോ. അതുപോലെ തന്നെ ഒരു സംഗതിയാണ് ഇതും. പിന്നെ ഓവർ വർക്ക് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് കാറ്ററാക്റ്റിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പുള്ളി സ്പെയിനിലാണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ 6 months വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ അതൊരു ക്വാളിറ്റി ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, മാസ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ജുബിൻ ബ്രോ പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ചികിത്സയ്ക്ക് പോകുമ്പോൾ ബാക്കി ഫാക്ടേഴ്സ് ഒന്നും നമ്മൾ അറിയാൻ ബാധ്യസ്ഥരല്ല. നമ്മൾ ചില സ്പെഷ്യലൈസേഷൻ നോക്കി അതിന് പറ്റുന്ന ആളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ ക്വാളിറ്റി ഉള്ള ചികിത്സ കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണ്. ആശുപത്രികളാവാതിരിക്കട്ടെ, ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ ഒരു ഹോസ്പിറ്റാലിറ്റി പുലരട്ടെ.